ഈ വീഡിയോയിൽ നമ്മൾ ഫൈനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് 4 കാറ്റഗറി ഓഫ് റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഏതൊക്കെയാണ് ഈ 4 കാറ്റഗറി ഓഫ് റേഷ്യോസ് വരുന്നത്? അവിടെ നമുക്ക് കാണാം പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിട്ടേൺ റേഷ്യോസ്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി വരുന്നത് പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിട്ടേൺ റേഷ്യോസ് ആണ്. ദെൻ സെക്കൻഡ് കാറ്റഗറി വരുന്നത് ഡെപ്റ്റ് ആൻഡ് ഗിയറിംഗ് റേഷ്യോസ് ആണ്. ആൻഡ് ദെൻ തേർഡ് കാറ്റഗറി വരുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ആൻഡ് ദെൻ ഫോർത്ത് കാറ്റഗറി വരുന്നത് ഇൻവെസ്റ്റർ റേഷ്യോസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 3 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവിടെ? ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആദ്യത്തെ 3 കാറ്റഗറി ഓഫ് റേഷ്യോസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പുതുതായിട്ട് വരുന്ന റേഷ്യോ എന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻവെസ്റ്റർ റേഷ്യോസ്. ഓക്കെ, അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ള റേഷ്യോ എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഒരു ഇൻവെസ്റ്റർ റേഷ്യോസ്. ഓക്കെ, ബാക്കി 3 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ആദ്യത്തെ 3 നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഈ 4ാമത്തെ റേഷ്യോ എന്ന് പറയുന്നതാണ് ഈ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പുതുതായിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യാം, ഓരോ റേഷ്യോ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഓഫ് റേഷ്യോ എന്ന് പറയുന്നതാണ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിട്ടേൺ റേഷ്യോ. ഓക്കെ, സോ പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിട്ടേൺ റേഷ്യോസിൽ വരുന്ന ഫസ്റ്റ് റേഷ്യോ ഏതാണ്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. സോ എങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കുന്നത്? എന്താണ് ഈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനീൻ്റെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഉപയോഗിച്ചിട്ട് കമ്പനി എത്രത്തോളം ശതമാനം റിട്ടേൺ അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നതാണ് ഈ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പറയുന്നുണ്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഗീവ്സ് എ മെഷർ ഓഫ് ഹൗ എഫിഷ്യൻ്റ്ലി എ ബിസിനസ് ഈസ് യൂസിങ് ദ ഫണ്ട്സ് അവൈലബിൾ. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് ഈസ് ഏൺ പെർ $1 ഇൻവെസ്റ്റഡ്. അതായത് ഇപ്പോൾ നമ്മൾ $1 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ $1 വെച്ചിട്ട് അവർ എത്ര ശതമാനം റിട്ടേൺ ജനറേറ്റ് ചെയ്തു എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കമ്പനി അവരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് എത്രത്തോളം ശതമാനം റിട്ടേൺ അവിടെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവിടെ കാണാം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വേണം, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വേണം. ഓക്കെ, അതുപോലെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വേണം. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2 വഴികളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇക്വിറ്റി പ്ലസ് നോൺ കറൻറ്റ് ലയബിലിറ്റി. ഓക്കെ, അതായത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇക്വിറ്റി പ്ലസ് നോൺ കറൻറ്റ് ലയബിലിറ്റി ചെയ്യും. ഓക്കെ, അതായത് ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെപ്റ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടും. ഓക്കെ, ഇനി അതല്ല വേറൊരു രീതിയിൽ കൂടി നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യും? നോൺ കറൻറ്റ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ അവിടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിട്ടേൺ റേഷ്യോസിൽ വരുന്ന റേഷ്യോ ആണ് എന്ത്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, കമ്പനി അവൻ്റെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് യൂസ് ചെയ്തിട്ട് എത്രത്തോളം ശതമാനം റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കാം എപ്പോഴായിരിക്കും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കൂടുന്നുണ്ടാവുക? എപ്പോഴായിരിക്കും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ ഇൻക്രീസ് ആവുന്നുണ്ടാവുക? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ ഇൻക്രീസ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ ഇൻക്രീസ് ആവണം. ഓക്കെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ ഇൻക്രീസ് ആവണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ ഇൻക്രീസ് ആവണം, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ ഡിക്രീസ് ആവണം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിലാണ് എന്ത് സംഭവിക്കുക? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻക്രീസ് ആവാം. ഓക്കെ, അതായത് ന്യൂമറേറ്റർ ഇൻക്രീസ് ആവണം, അതുപോലെ ഡിനോമിനേറ്റർ ഡിക്രീസ് ആവണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ ഇൻക്രീസ് ആവാം. ഓക്കെ, ഇനി അതുപോലെ എപ്പോഴായിരിക്കും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ ഡിക്രീസ് ആവുക? എന്ത് സംഭവിക്കണം?
ന്യൂമറേറ്റർ ഡിക്രീസ് ആവണം, അതുപോലെ ഡിനോമിനേറ്റർ ഇൻക്രീസ് ആവണം. ഓക്കെ, അതായത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ ഡിക്രീസ് ആവണം, അതുപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് അവിടെ ഇൻക്രീസ് ആവണം. ഈ ഒരു സിറ്റുവേഷനിലാണ് എന്ത് സംഭവിക്കുക? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അവിടെ ഡിക്രീസ് ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവണം ഇപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അവിടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഓക്കെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെയും അതുപോലെ കറണ്ട് ഇയറിൻ്റെയും നോക്കുന്ന സമയത്ത് അവിടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അവിടെ ഡിക്രീസ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ടാവാം. ഓക്കെ, ഓൾസോ നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട് എന്ത്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇപ്പോൾ അഥവാ അവിടെ ഡിക്രീസ് ആയിരിക്കുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഓക്കെ, അതിന് നമ്മൾ വീണ്ടും അവിടെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എങ്ങനെ? വേറെ കുറേ റേഷ്യോസൊക്കെ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അവിടെ ഇൻക്രീസ് ആയിട്ടുള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ ഡിക്രീസ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എങ്ങനെ? വേറെ കുറേ റേഷ്യോസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ വേറെ കുറേ റേഷ്യോസ് അവിടെ വരുന്നത്? അതായത് നമുക്കറിയാം, ഇപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിച്ച സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അവിടെ ഇൻക്രീസ് ആയിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? വേറെ കുറേ റേഷ്യോസൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? ജസ്റ്റിഫൈ ചെയ്യും, അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഈ വേറെ കുറേ റേഷ്യോസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്കിവിടെ കാണാം പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ എങ്ങനെയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സെയിൽസ് എടുക്കും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അല്ലേ? എന്നിട്ട് ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക, അതായത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടുക. ഓക്കെ, അപ്പം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ മൈനസ് ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക? ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും? ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ മാറുമ്പോഴായിരിക്കുമല്ലോ ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും അവിടെ മാറിയിട്ടുണ്ടാവുക, അല്ലേ? അതെ. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, അല്ലേ? അപ്പം ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും അവിടെ കുറയില്ലേ? കുറയും. നേരെ മറിച്ച് ഈ ഗ്രോസ് പ്രോഫിറ്റ് അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ കൂട്ടില്ലേ? കൂട്ടും. അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അവിടെ കുറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റിൽ പ്രീവിയസ് ഇയറിൻ്റെയും കറണ്ട് ഇയറിൻ്റെയും നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റിൽ അവിടെ ചേഞ്ച് ഒന്നുമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതും എന്തിന് കാരണമാക്കും? ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ കൂട്ടാനായിട്ട് കാരണമാക്കില്ലേ? ആക്കും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ ഇപ്പോൾ കൂടിയെന്ന് വിചാരിക്കാം. അതിന് ആരൊക്കെ ആയിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് കൂടിയത് കൊണ്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറഞ്ഞത് കൊണ്ടാവാം. ഓക്കെ, നേരെ മറിച്ച് ഈ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ കുറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിന് എന്തൊക്കെയായിരിക്കും? ഒരു ഗ്രോസ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്തുകൊണ്ടായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക? ഒന്നല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് കുറഞ്ഞിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കുക? ഗ്രോസ് പ്രോഫിറ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ടോ നോക്കാം. ഓക്കെ, അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അവിടെ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോയിൽ നമ്മുടെ ആൻസർ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ കുറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് അവിടെ കുറഞ്ഞത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം?
പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വേണം, അതുപോലെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വേണം. ഓക്കെ, ഇപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കുറഞ്ഞിരിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കുറഞ്ഞിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് കുറഞ്ഞത് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, റേഷ്യോ വെച്ചിട്ട് തന്നെ വേറെ റേഷ്യോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ജസ്റ്റിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പം വേറെ റേഷ്യോസ് ഏതൊക്കെയാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുക, ഈ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്തുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതൊക്കെ റേഷ്യോസാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? അതെ, എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം മാർജിൻ. ഓക്കെ, മാർജിൻ അവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ എപ്പോഴും സെയിൽസ് റവന്യൂ ആണ് വരിക. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം മാർജിൻ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ മാർജിൻ അവിടെ വരുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ എപ്പോഴും അവിടെ എന്താണ് വരിക, സെയിൽസ് റവന്യൂ ആണ് വരിക. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും വരിക, നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും വരിക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കും എന്ത്, ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അവിടെ കൂടിയിട്ടാണോ ഉള്ളത് അല്ലെങ്കിൽ കുറഞ്ഞിട്ടാണോ ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നോക്കും. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ ഇൻറ്റു 100 ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കുറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കുറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അവിടെ കുറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ പിന്നെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം മാർജിൻ ഉണ്ട് അവിടെ. മാർജിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ സെയിൽസ് റവന്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ അവിടെ ബാക്കി എന്താണുള്ളത്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഗ്രോസ് പ്രോഫിറ്റ് വരും. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കിട്ടും. ഓക്കെ, അതുപോലെ നമ്മൾ എന്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് മനസ്സിലായി നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞതും കൊണ്ടാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കുറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷേ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അവിടെ കുറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കാരണം ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചത്. അതെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അവിടെ മാറിയിട്ടുണ്ടാകും, അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാറിയിട്ടുണ്ടാകും. ഇത് കാരണത്താലായിരിക്കും അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, നെറ്റ് പ്രോഫിറ്റ് അവിടെ മാറിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് കാരണത്താലാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് അവിടെ മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇപ്പോൾ അഥവാ അവിടെ കുറഞ്ഞിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് ഒന്നല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അവിടെ കുറഞ്ഞിട്ടുണ്ടാകും, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കൂടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കുറഞ്ഞിട്ടുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക എന്നതൊക്കെ ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ എന്ത് സംഭവിക്കും, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കുറയും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കൂടിയിട്ടുണ്ടാവുക എന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് നോൺ കറൻറ്റ് ലയബിലിറ്റി. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നോൺ കറൻറ്റ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൂടിയതൊരു റീസൺ ആയിരിക്കും എന്തിൻ്റെ, ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കുറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവിടെ കൂടുക. Watch the full course on our website
Visit www.accamalayalam.com.